പ്രിയ വിദ്യാർത്ഥികളെ, 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ഈ കവിതയുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഏതാനും ലിറ്റററി ആക്ടിവിറ്റീസ്, അതോടൊപ്പം തന്നെ ഈ കവിതയുടെ ഒരു അപ്രീസിയേഷൻ നോട്ട്, ഇവയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. First activity under Let's Recall and Recreate. Read these lines from the poem. Hope is the thing with feathers that perches in the soul. What picture do you get when you read these lines? കവിതയിലെ ഈ വരികൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിയുന്ന ചിത്രം എന്താണ്? ഇവിടെ ഇമേജറി എന്ന പോയറ്റിക് ഡിവൈസിനെ പരിചയപ്പെടുത്തുകയാണ്. I get the picture of a sweet little bird with soft, glowing feathers sitting gently inside my heart, as shown in the titular image. ടെക്സ്റ്റ് ബുക്കിൽ ഈ കവിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു ടിറ്റുലർ ഇമേജ്, ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു ബേർഡ് ഹൃദയത്തിൽ ചേക്കേറിയിരിക്കുന്നു. അതിൻ്റെ സോഫ്റ്റ് ആൻഡ് ഗ്ലോയിങ് ഫെദേഴ്സ് എല്ലാം എടുത്തു കാണിക്കുന്ന രൂപത്തിലുള്ള മനോഹരമായ ഒരു പക്ഷിയുടെ ചിത്രമാണ് ഈ വരികൾ വായിക്കുമ്പോൾ വായനക്കാരുടെ മനസ്സിൽ തെളിയുന്നത്. ഇമേജറി. The way the poet uses images to create sensory experiences. The images may appeal to any or all of the 5 senses: sight, sound, smell, taste and touch. കവികൾ വായനക്കാരുടെ മനോമുഖരങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട ഇമേജുകൾ സൃഷ്ടിക്കാൻ വാക്കുകൾ സമർത്ഥമായി ഉപയോഗിക്കും. ഇതാണ് ഇമേജറി. പലപ്പോഴും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളായ സൈറ്റ്, കാഴ്ച അഥവാ വിഷ്വൽ ഇമേജ്, സൗണ്ട്, ശബ്ദം, ഓഡിറ്ററി ഇമേജ്, സ്മെൽ, ഒൾഫാക്ടറി ഇമേജ്, ടേസ്റ്റ്, ഗസ്റ്റേറ്ററി ഇമേജ് ആൻഡ് ടച്ച്, ടാക്ടൈൽ ഇമേജ്, ഇങ്ങനെയാണ് ഇമേജുകൾ തീർക്കുന്നത്. Now activity B. Look at the picture and fill in the blanks with suitable examples. ഇവിടെ ഒരു പിക്ചർ നൽകിയിരിക്കുന്നു. കൈൻഡ്സ് ഓഫ് ഇമേജറി, വിവിധങ്ങളായിട്ടുള്ള ഇമേജുകളുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സ്. ഇവിടെ ഓരോന്നിനും ഉദാഹരണങ്ങൾ എഴുതി ചേർക്കുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. ആദ്യം വിഷ്വൽ അഥവാ സൈറ്റുമായി ബന്ധപ്പെട്ട ഇമേജുകൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കളേഴ്സ്, വിവിധ വർണ്ണങ്ങൾ. ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ വർണ്ണം നമ്മുടെ മനോമുഖരത്തിൽ കവിതാ വരികൾ വായിക്കുമ്പോൾ തെളിയുന്നത്. അത്തരത്തിലുള്ള ഒരു എക്സാമ്പിൾ നൽകുക. ഉദാഹരണത്തിന് ഗോൾഡൻ ഗ്ലോ ഓഫ് എ സൺഫ്ലവർ. ഒരു സൺഫ്ലവറിൻ്റെ സ്വർണ്ണവർണ്ണം മനോമുഖരത്തിൽ തെളിയുന്നു. അതിനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയുന്നു. മറ്റൊരു എക്സാമ്പിൾ ഓഡിറ്ററി ഇമേജിൻ്റെതാണ്, സൗണ്ടുമായി ബന്ധപ്പെട്ടത്. ഉദാഹരണത്തിന് മ്യൂസിക്, സൂത്തിങ് സോങ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ ആശ്വാസം പകരുന്ന ഗാനം എന്നൊക്കെ കവിതയിൽ നാം വായിക്കുമ്പോൾ ആ ഒരു മ്യൂസിക്, സംഗീതം നമുക്കും കേൾക്കുന്ന പോലെ ഒരു പ്രതീതി ജനിക്കുന്നു. ദെൻ ഒൾഫാക്ടറി ഓർ സെൻസ് ഓഫ് സ്മെൽ, നമുക്കും സ്മെൽ അനുഭവപ്പെടുന്ന പോലെയുള്ള ഒരു പ്രതീതി ജനിക്കുന്നത്. ഉദാഹരണത്തിന് ഫ്രാഗ്രൻസ്, സുഗന്ധം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാപ്റ്റിവേറ്റിംഗ് ഫ്രാഗ്രൻസ് ഓഫ് ജാസ്മിൻ. ജാസ്മിൻ ഫ്ലവേഴ്സിൻ്റെ കാപ്റ്റിവേറ്റിംഗ്, നമ്മുടെ ഹൃദയാവർജകമായിട്ടുള്ള സുഗന്ധം എന്നൊക്കെ പറയുമ്പോൾ നമുക്കും അത് അനുഭവപ്പെടുന്ന പോലെ ഒരു തോന്നൽ സൃഷ്ടിക്കപ്പെടുന്നു. ദെൻ ഗസ്റ്റേറ്ററി, ടേസ്റ്റുമായി ബന്ധപ്പെട്ട ഇമേജുകൾ. സ്വീറ്റ്, മധുരം. ഉദാഹരണത്തിന് സ്വീറ്റ് ജ്യൂസി ബ്ലാക്ക്ബെറീസ് എന്നൊക്കെ വായിക്കുമ്പോൾ ബ്ലാക്ക്ബെറിയുടെ വളരെ മനോഹരമായിട്ടുള്ള മധുരതരമായിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്കും അനുഭവപ്പെടുന്ന പോലെ തോന്നുക. ദെൻ ടാക്ടൈൽ ഓർ സെൻസ് ഓഫ് ടച്ച്, സ്പർശനവുമായി ബന്ധപ്പെട്ട ഇമേജുകൾ കവികൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് സ്മൂത്ത്സ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടച്ച് ഫീലിംഗ് നമുക്കും സൃഷ്ടിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് സോഫ്റ്റ് ഫെദേഴ്സ് എന്നൊക്കെ കവിതയിൽ വായിക്കുമ്പോൾ അത്തരമൊരു ഫെദർ ടച്ച്, ഒരു തൂവൽ സ്പർശം നമുക്കും അനുഭവപ്പെടുന്ന പോലെയുള്ള തോന്നൽ. ഇങ്ങനെയുള്ള ഇമേജുകൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട ഇമേജുകൾ സൃഷ്ടിക്കുന്നതിനാണ് ഇമേജറി എന്ന് പറയുന്നത്. Now activity C. Shall we list the different kinds of images in the poem? Let's fill in the table. ഇവിടെ ഒരു ടേബിൾ നൽകിയിരിക്കുന്നു.
അതിൽ ഈ കവിതയിൽ നിന്നും വിഷ്വൽ ഇമേജിന്റെയും ഓഡിറ്ററി ഇമേജിന്റെയും എക്സാമ്പിൾസ്, അവയുടെ ലൈൻസ് എടുത്തെഴുതുക. വിഷ്വൽ ഇമേജ്, കവിത വായിക്കുമ്പോൾ നമ്മുടെ മനോമുഖരത്തിൽ തെളിയുന്ന കാഴ്ചയുടെ ചിത്രങ്ങൾ, വിഷ്വൽ ഇമേജുകൾ. ബേർഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മനോഹരമായ ഒരു പക്ഷിയുടെ ചിത്രം വായനക്കാരന്റെ മനസ്സിൽ തെളിയുന്നു. ദ തിങ് വിത്ത് ഫെദേഴ്സ്, എ ലിറ്റിൽ ബേർഡ്, ഇതൊക്കെ വായിക്കുമ്പോൾ അത്തരമൊരു ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയുന്നു. ദെൻ ചില്ലസ്റ്റ് ലാൻഡ്, സ്ട്രേഞ്ചസ്റ്റ് സീ, ഇതൊക്കെ വായിക്കുമ്പോൾ ഉദാഹരണത്തിന് ഐ ഹാവ് ഹേർഡ് ഇറ്റ് ഇൻ ദ ചില്ലസ്റ്റ് ലാൻഡ് ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ എന്നൊക്കെ വായിക്കുമ്പോൾ, വരികൾ വായിക്കുമ്പോൾ അത്തരത്തിലുള്ള കരയും കടലുമൊക്കെ മനോമുഖരത്തിൽ ചിത്രങ്ങളായി തെളിയുന്നു. ഇത് വിഷ്വൽ ഇമേജുകളുടെ ഉദാഹരണമാണ്. ദെൻ ഓഡിറ്ററി ഇമേജ്, കേൾവിയുടെ ചിത്രങ്ങളായിട്ട് വരുന്നത് ബേർഡ്സ് സോങ്. ഹോപ്പ് എന്നതിനെ ഒരു ബേർഡുമായി കമ്പയർ ചെയ്ത് ആ ബേർഡിന്റെ ട്യൂൺസ്, മനോഹരമായ ഗാനത്തെക്കുറിച്ച് വായിക്കുമ്പോൾ അത്തരമൊരു ഗാനം കേൾക്കുന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നു. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിതൗട്ട് വേർഡ്സ്, വാക്കുകളില്ലാത്ത മനോഹരമായ ട്യൂൺ ആലപിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അത്തരമൊരു സെൻസേഷൻ നമുക്ക് നമ്മുടെ മനോഭാവത്തിൽ, നമ്മുടെ മനോമുഖരത്തിൽ തെളിയുന്നത്. ദെൻ ആക്ടിവിറ്റി 2. Look at the lines below and note the words at the end of each lines. ഇവിടെ 2 വരികൾ നൽകിയിട്ടുണ്ട്. അവയുടെ അവസാനത്തെ വാക്കുകൾ ശ്രദ്ധിക്കുക. And sweetest in the gale is heard that could abash the little bird. ഈ 2 വരികളിൽ വരുന്ന ഫൈനൽ വേർഡ്സ്, വേർഡ് അറ്റ് ദി എൻഡ്, ഹേർഡ്, ബേർഡ്, ഇവയാണ് ആ 2 വേർഡ്സ്. ഡു ദി എൻഡിങ്സ് ഓഫ് ദോസ് വേർഡ്സ് സൗണ്ട് അലൈക്ക്? ഈ 2 വാക്കുകളുടെയും അവസാന ശബ്ദം ഒരേപോലെയാണോ? വാട്ട് ഡു വി കോൾ സച്ച് വേർഡ്സ്? ഇങ്ങനെ ഒരേപോലെയുള്ള ശബ്ദത്തിൽ അവസാനിക്കുന്ന വാക്കുകളെ നാം സാധാരണമായി എന്താണ് പറയാറുള്ളത്? യെസ്, ദേ സൗണ്ട് അലൈക്ക്. ഹേർഡ്, ബേർഡ്, ഇവ 2ഉം ഒരേ ശബ്ദത്തിലാണ് അവസാനിക്കുന്നത്. ദേ ആർ റൈമിംഗ് വേർഡ്സ്. അവയാണ് കവിതകളിലെ റൈമിംഗ് വേർഡ്സ് എന്ന് അറിയപ്പെടുന്നത്. The words heard and bird are rhyming words. Their endings sound similar. Their endings sound similar. ഇവയുടെ അവസാനം, ആ ശബ്ദം ഒരേപോലെയാണ്. മേക്കിംഗ് ദ പോം മോർ മ്യൂസിക്കൽ. ഇങ്ങനെയുള്ള റൈമിംഗ് വേർഡ്സ് കവിതകൾക്ക് ഒരു മനോഹാരിത, റിത്മിക് ബ്യൂട്ടി ആൻഡ് മ്യൂസിക്കൽ ക്വാളിറ്റി, ഇതൊക്കെ നൽകും. ഒരു സംഗീതാത്മകമായ, അതോടൊപ്പം തന്നെ താളാത്മകമായ ഭംഗിയും ആസ്വാദനവുമൊക്കെ കവിതകൾക്ക് നൽകും. Such words at the end of lines in a poem are often called rhyming pair. വരികളുടെ അവസാനത്തിൽ വരുന്ന ഇത്തരം ഒരേപോലുള്ള ശബ്ദങ്ങൾ അടങ്ങുന്ന വാക്കുകളെ റൈമിംഗ് പെയർ അല്ലെങ്കിൽ റൈമിംഗ് വേർഡ്സ്, ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ നിലനിൽക്കുമ്പോൾ നാം അതിനെ റൈം സ്കീം, റൈമിംഗ് പാറ്റേൺ എന്നൊക്കെ പറയാറുണ്ട്. Now, let's find the other rhyming pairs in the poem. ഈ കവിതയിലെ മറ്റ് റൈമിംഗ് വേർഡ്സ് അഥവാ റൈമിംഗ് പേഴ്സ് കണ്ടെത്തുക. ഉദാഹരണത്തിന് ഹേർഡ്, ബേർഡ്, സോൾ, ഓൺ, സ്റ്റോം, വോം, ഇതെല്ലാം തന്നെ ഒരേപോലെയുള്ള ശബ്ദത്തിൽ അവസാനിക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ റൈമിംഗ് പെയർസ് ഓർ റൈമിംഗ് വേർഡ്സ് ആണ്. അവസാന സ്റ്റാൻസയിൽ 3 വേർഡ്സ് ഒരേപോലെയുള്ള ശബ്ദത്തിൽ അവസാനിക്കുന്നു. സീ, എക്സ്ട്രീമിറ്റി, മീ. എക്സ്ട്രീമിറ്റി എന്ന വാക്കിന്റെ അവസാന സിലബിളാണ് പരിഗണിക്കേണ്ടത്. ടി, സി, ടി, മീ എന്നിങ്ങനെ. Then activity 3. Read the following lines. Hope is the thing with feathers that perches in the soul. ഈ 2 വരികൾ വായിച്ചുകൊണ്ട് what is hope compared to? ഇതിൽ hope എന്നതിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നു, hope is the thing with feathers. Hope is compared to a thing with feathers, that is a bird. Hope എന്നുള്ളത് തൂവലുകളുള്ള ഒന്നിനോടാണ് ഉപമിച്ചിരിക്കുന്നത്, അതായത് ഒരു പക്ഷിയോട്. Here hope is considered as the thing with feathers. A direct relation is made between hope and a bird. ഈ ഒരു പ്രയോഗത്തിലൂടെ ഹോപ്പും ഒരു പക്ഷിയും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. This is an example of a metaphor. Metaphor എന്ന ഒരു കമ്പാരിസന്റെ ഉദാഹരണമാണിത്. Metaphor is a figure of speech that presents
two unrelated objects or experiences as one and the same. മെറ്റഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് അൺറിലേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ, പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് വസ്തുക്കളെ അവ രണ്ടും ആസ് വൺ ആൻഡ് ദ സെയിം, ഒന്ന് തന്നെയാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ഹോപ്പ് എന്നുള്ളതും ബേർഡ് എന്നുള്ളതും അൺറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ആശയങ്ങളാണ്, വസ്തുക്കളാണ്. എന്നാൽ അവ രണ്ടും ഒന്ന് തന്നെയാണ്. ഹോപ്പ് ഈസ് എ ബേർഡ് എന്ന് പറയുമ്പോൾ വൺ ആൻഡ് ദ സെയിം എന്ന രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇതാണ് മെറ്റഫോറിക്കൽ കമ്പാരിസൺ അഥവാ മെറ്റഫോർ. Now, pick out the other instances of metaphor in the poem. ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫറിന്റെ മറ്റ് ഇൻസ്റ്റൻസസ് or എക്സാമ്പിൾസ് കണ്ടെത്തുക. നമ്പർ 1, it perches in the soul. കവിതയിൽ പറയുന്ന പക്ഷിയെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നു, ആ പക്ഷി മനുഷ്യന്റെ ആത്മാവിൽ ചേക്കേറുന്നു. എന്ന് വെച്ചാൽ മനുഷ്യന്റെ മനസ്സിൽ, ഹൃദയത്തിൽ എപ്പോഴും സ്ഥിരമായി നിലനിൽക്കുന്ന ഒന്നാണ് പ്രതീക്ഷ എന്നുള്ളത്. അതിനുപയോഗിച്ചിരിക്കുന്നത് ഒരു പക്ഷിയുടെ ചേക്കേറൽ, അതിൻ്റെ സ്ഥിരമായ വാസം എന്ന രൂപത്തിലാണ്. ഇറ്റ്സ് എ മെറ്റഫോർ ഫോർ ഹോപ്സ് കോൺസ്റ്റന്റ് പ്രസൻസ് ഇൻ ദ ഹ്യൂമൻ ഹാർട്ട്. മനുഷ്യഹൃദയങ്ങളിൽ ഹോപ്പ് എന്നുള്ള വികാരം അത് സ്ഥിരമായിട്ട് എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മനോഹരമായ മെറ്റഫറാണ്. ദി എവർ പ്രസൻസ് ഓഫ് ഹോപ്പ് ഇസ് കമ്പയർഡ് ടു എ ബേർഡ് ഇൻ സോൾ. ആത്മാവിൽ ചേക്കേറിയ ഒരു പക്ഷിയോടാണ് ഹോപ്പ് എന്നതിൻ്റെ എവർ പ്രസൻസ്, അതിൻ്റെ സ്ഥിരമായ സാന്നിധ്യത്തെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ദെൻ നമ്പർ 2, ട്യൂൺ വിതൗട്ട് വേർഡ്സ്. അത്തരമൊരു പക്ഷിയുടെ ഗാനത്തെ ട്യൂൺ വിതൗട്ട് വേർഡ്സ്, വാക്കുകളില്ലാത്ത സംഗീതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൂടെയും ഒരു മെറ്റഫോറിക്കൽ കമ്പാരിസൺ തീർത്തിരിക്കുന്നു. കാരണം ഹോപ്പ് ഇസ് എ സൂത്തിങ് ഫീലിംഗ്. ഹോപ്പ് എന്നുള്ളത് ആശ്വാസം പകരുന്ന ഒരു ഫീലിംഗ് ആണ്, ഒരു വികാരമാണ്. നോട്ട് സംതിങ് സ്പോക്കൺ. അത് പറയപ്പെടുന്ന വാക്കുകളുള്ള, അക്ഷരങ്ങളുള്ള ഒന്നല്ല, നമുക്ക് പറയാനോ കേൾക്കാനോ കഴിയുന്ന ഒന്നല്ല. ഇറ്റ്സ് എ ഫീലിംഗ് എന്ന് കാണിക്കാനാണ് ട്യൂൺ വിതൗട്ട് വേർഡ്സ് എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ നമ്പർ 3, ഗെയിൽ ആൻഡ് സ്റ്റോം ആർ ഹാർഡ്ഷിപ്സ് ആൻഡ് ചാലഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്. കവിതയിൽ പറയുന്ന ശക്തമായ കാറ്റ്, സ്റ്റോം, കൊടുങ്കാറ്റ്, ഇതൊക്കെ തന്നെ ജീവിതത്തെ താളം തെറ്റിക്കുന്ന, ജീവിതത്തിൽ പ്രയാസങ്ങൾ കൊണ്ടുവരുന്ന വെല്ലുവിളികൾ, ഹാർഡ്ഷിപ്സ്, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇവയും മെറ്റഫോറിക്കൽ കമ്പാരിസണായി കാണാവുന്നതാണ്. നെക്സ്റ്റ്, we use metaphors not only in literary context but even in our everyday speech. നാം മെറ്റഫർ എന്ന പോയറ്റിക് ഡിവൈസ് അഥവാ ലിറ്റററി ഡിവൈസ് വെറും ലിറ്ററേച്ചറിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്. നമ്മുടെയൊക്കെ എവരിഡേ സ്പീച്ച്, നിത്യേനയുള്ള ജീവിതത്തിൽ, നമ്മുടെയൊക്കെ സംസാരത്തിലും പലപ്പോഴും നാം മെറ്റഫോറിക്കൽ കമ്പാരിസൺസ് ഉപയോഗിക്കാറുണ്ട്. റീഡ് ദ ഫോളോയിങ് മെറ്റഫേഴ്സ് ആൻഡ് ആഡ് യുവർ എക്സാമ്പിൾസ് ടു ദ ലിസ്റ്റ്. ഇവിടെ ഏതാനും മെറ്റഫേഴ്സ് നൽകിയിട്ടുണ്ട്. നാം സാധാരണ ലൈഫിൽ, എവരിഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള, അത്തരത്തിൽ കൂടുതൽ ഇവിടെ ചേർക്കുക. ലൈഫ് ഈസ് എ ജേർണി. ജീവിതത്തെ ഒരു യാത്രയുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. ജീവിതം ഒരു യാത്രയാണ്. നോളജ് ഈസ് ലൈറ്റ്. അറിവ് വെളിച്ചമാണ്. ബുക്സ് ആർ വിൻഡോസ് ടു ദ വേൾഡ്. ലോകത്തിലേക്കുള്ള ഒരു വിൻഡോയാണ്, ജനലാണ് പുസ്തകങ്ങൾ. ഇതൊക്കെ നാം സാധാരണഗതിയിൽ പറയാറുള്ള മെറ്റഫോറിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ദെൻ ഇത്തരത്തിൽ ടൈം ഈസ് എ തീഫ്. സമയം എന്നുള്ളത് ഒരു കള്ളനാണ് എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ രഹസ്യമായി നാം അറിയാതെ കടന്നു പോകുന്നു എന്ന അർത്ഥത്തിൽ ടൈം ഈസ് എ തീഫ് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഹോപ്പ് ഈസ് എ ഫ്ലെയിം ഇൻ ദ ഡാർക്ക്. ഇരുട്ടിൽ നമുക്കൊരു വെളിച്ചമാണ് പ്രതീക്ഷ. ഹി ഹാസ് എ ഹാർട്ട് ഓഫ് സ്റ്റോൺ. അദ്ദേഹത്തിന് കല്ലുകൊണ്ടുള്ള ഒരു ഹൃദയമുണ്ട് എന്ന് പറയുമ്പോൾ കഠിന ഹൃദയമുള്ള ഒരാളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റഫറാണത്. നൗ ആക്ടിവിറ്റി 4, റീഡ് ദീസ് ലൈൻസ് ഫ്രം ദ പോം. കവിതയിൽ നിന്നുള്ള ഈ വരികൾ ഒന്ന് വായിച്ചു നോക്കുക. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിതൗട്ട് ദ വേർഡ്സ് ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. വാട്ട് യു നോട്ടീസ് അബൌട്ട് ദീസ് ലൈൻസ്? ഈ വരികളെ കുറിച്ച് നിങ്ങൾ എന്താണ് പ്രത്യേകമായി ശ്രദ്ധിച്ചത്? ബോത്ത് ലൈൻ സ്റ്റാർട്ട് വിത്ത് ആൻഡ്. രണ്ട് വരികളും ആൻഡ് എന്നുള്ള പദം കൊണ്ടാണ് തുടങ്ങുന്നത്. വാട്ട് ഇഫക്ട് ഡസ് ദ റെപ്പറ്റീഷൻ ക്രിയേറ്റ്? ഇവിടെ ആൻഡ് എന്നുള്ള ഈ പദങ്ങൾ വരികളുടെ തുടക്കത്തിൽ ആവർത്തിച്ചു വരുന്ന ഈ റെപ്പറ്റീഷൻ എന്ത് ഇഫക്റ്റ് ആണ് സൃഷ്ടിക്കുന്നത്?
ഇറ്റ് ഗിവ്സ് എംഫസിസ് ടു ദി ഐഡിയ. ഈ വരികളിലൂടെ പറയുന്ന ആശയത്തിന് ഒരു ശക്തി പകരുന്നു. ആൻഡ് ക്രിയേറ്റ്സ് റിതം ടു. വരികൾക്കൊരു താളഭംഗിയും നൽകുന്നു. ദിസ് കൈൻഡ് ഓഫ് റെപ്പിറ്റേഷൻ ഈസ് കോൾഡ് അനഫോറ. ഇങ്ങനെ ഒരേപോലുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഫ്രേസുകൾ കൊണ്ട് കവിതാ വരികൾ തുടങ്ങുന്നതിനെയാണ് അനഫോറ എന്ന് പറയുന്നത്. The repetition of a word or phrase at the beginning of successive lines. തുടരെ വരുന്ന വരികളുടെ ആരംഭത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള റെപ്പറ്റീഷൻ. ഇത് കവിതകളിലും അതല്ലെങ്കിൽ ചില പാസേജുകളിലും ഒക്കെ സംഭവിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ആവർത്തനത്തിനാണ് അനഫോറ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫൻ യൂസ്ഡ് ഫോർ എംഫസിസ്. പറയുന്ന കാര്യങ്ങൾക്ക് ഒന്നുകൂടെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ശക്തി പകരാനാണ് ഇത്തരത്തിലുള്ള ആവർത്തനം ഉപയോഗിക്കുന്നത്. Now activity. Pick out the other instances of anaphora in the poem. ഇതേ കവിതയിൽ നിന്ന് അനഫോറയുടെ മറ്റ് ഉദാഹരണങ്ങൾ അടങ്ങുന്ന വരികൾ കണ്ടെത്തുക. And sweetest in the gale is heard, and sore must be the storm. ഈ രണ്ട് വരികളും തുടങ്ങിയിരിക്കുന്നത് ആൻഡ് എന്ന പദം കൊണ്ടാണ്. Then തുടർന്ന് that could abash the little bird that kept so many warm. ഈ രണ്ട് വരികളുടെ തുടക്കത്തിൽ ദാറ്റ് എന്നുള്ള വേർഡ് ആരംഭിച്ചതും കാണാം, ആവർത്തിക്കുന്നതും കാണാം. അതുകൊണ്ട് ഇതൊക്കെ അനഫോറയുടെ ഉദാഹരണങ്ങളാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ കവിതയുടെ ഒരു അപ്രീസിയേഷൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. Hope is the thing with feathers, note of appreciation. The poem Hope is the Thing with Feathers by American poet Emily Dickinson is short and simple yet deeply meaningful. ഈ കവിത വളരെ ഷോർട്ടാണ്, സിമ്പിളാണ്, എങ്കിലും ഡീപ്ലി മീനിങ്ഫുൾ, അഗാധ തലത്തിൽ അർത്ഥമുള്ളതാണ്. The theme of the poem is hope and its consoling power. ഈ കവിതയുടെ ആശയം എന്നുള്ളത് ഹോപ്പ്, പ്രതീക്ഷയും അതിൻ്റെ ആശ്വാസം പകരാനുള്ള ശക്തിയുമാണ്. The poet compares hope to a little bird that lives inside our soul. നമ്മുടെയൊക്കെ ആത്മാവിൽ ചേക്കേറിയിരിക്കുന്ന ഒരു കൊച്ചു പക്ഷിയോടാണ് കവി ഹോപ്പ് അഥവാ പ്രതീക്ഷയെ കമ്പയർ ചെയ്തിരിക്കുന്നത്. This bird sings the tune without the words, bringing comfort and courage during hard times. ജീവിതത്തിലെ ഹാർഡ് ടൈംസ്, പ്രയാസങ്ങൾ നേരിടുന്ന മുഹൂർത്തങ്ങളിൽ നമുക്കൊക്കെ ആശ്വാസം പകരുന്ന ഒരു ഗാനം ഈ പക്ഷി നമ്മുടെ ആത്മാവിൽ ഇരുന്നു കൊണ്ട് തന്നെ ആലപിക്കും. ആ ഗാനത്തിന് വിതൗട്ട് വേർഡ്സ്, വാക്കുകൾ ഉണ്ടായിരിക്കില്ല. ഇറ്റ് സോങ് ഇസ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ. പ്രയാസങ്ങളുടെ ശക്തി വർദ്ധിക്കുമ്പോഴാണ് ഈ ഗാനത്തിന്റെ മാധുര്യം കൂടുന്നത്. മീനിങ് ഹോപ്പ് ഇസ് മോസ്റ്റ് കംഫർട്ടിങ് ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഹൂർത്തങ്ങളിലാണ് ഇത്തരം ആശ്വാസത്തിന്റെ ഗാനത്തിന്റെ മാധുര്യം വർദ്ധിക്കുന്നത് എന്നർത്ഥം. Only a sore storm can abash this bird. That's only the worst troubles can shake our hope. ഒരു ശക്തമായ കൊടുങ്കാറ്റിന് മാത്രമേ പ്രതീക്ഷയുടെ ഈ ഗാനത്തെ, പ്രതീക്ഷയുടെ ഗാനം ആലപിക്കുന്ന ഈ പക്ഷിയെ സൈലന്റ് ആക്കാൻ, നിശബ്ദമാക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് only the worst troubles can shake our hope. ജീവിതത്തിൽ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന രൂപത്തിലുള്ള, നമുക്ക് തികച്ചും ഹോപ്പ്ലെസ് ആയിട്ടുള്ള പ്രയാസങ്ങൾക്ക് മാത്രമേ മനുഷ്യ ജീവിതത്തിൽ പ്രതീക്ഷയെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. The poet says that she has heard this song of hope even in the chillest and on the strangest sea. കവി പറയുന്നു, പ്രതീക്ഷയുടെ ഈ ഗാനം അവർ പല മേഖലകളിലും പല ഘട്ടങ്ങളിലും കേട്ടിട്ടുണ്ട്. വളരെ പ്രയാസം നിറഞ്ഞ കരയിലായിരിക്കുമ്പോഴും വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്ന പോലെയുള്ള സ്ട്രേഞ്ചസ്റ്റ് സീ എന്ന് വെച്ചാൽ കരയിലും കടലിലും ഏത് ഘട്ടത്തിലുമൊക്കെ പ്രയാസങ്ങൾ നേരിടുമ്പോഴും ഈ പ്രതീക്ഷയുടെ സോങ് ഓഫ് ഹോപ്പ് അവർ കേട്ടിട്ടുണ്ട്. Which means hope stays with us even in the worst situations. ഏറ്റവും ദുർഘടമായ പ്രയാസകരമായ ഘട്ടത്തിലും നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മോടൊപ്പം പ്രതീക്ഷയും നിലനിൽക്കുന്നു. Still it never asked a crumb. It helps us without asking for anything in return. എങ്കിലും പ്രതീക്ഷ നമുക്കെപ്പോഴും ശക്തി പകരുന്നു, നമ്മെ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ പകരമായി അതൊന്നും നമ്മോട് ആവശ്യപ്പെടുന്നുമില്ല.
ദ പോയം ഹാസ് എ പോസിറ്റീവ് ആൻഡ് ഇൻസ്പയറിംഗ് ടോൺ. ഈ കവിതയ്ക്ക് വളരെ പോസിറ്റീവായ അതോടൊപ്പം തന്നെ ഇൻസ്പയറിംഗ് പ്രചോദനദായകമായ ഒരു ടോൺ ആണ് ഉള്ളത്. ഹോപ്പ് ഈസ് മെറ്റഫോറിക്കലി കമ്പയർഡ് ടു എ ബേർഡ്. ഹോപ്പ് എന്നതിനെ ഒരു പക്ഷിയുമായി മെറ്റഫറിലൂടെ കമ്പാരിസൺ ചെയ്തിരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് പേഴ്സണിഫൈഡ് സെയിങ് ദാറ്റ് ഹോപ്പ് സിങ്സ്, perches and never asks for anything. ഹോപ്പ് എന്നതിനെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്നു. ഹോപ്പ് മനുഷ്യൻ്റെതുപോലെ ഗാനം ആലപിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, അതോടൊപ്പം തന്നെ ഒന്നും ആവശ്യപ്പെടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഹോപ്പിന് ഒരു ജീവൻ കൽപ്പിച്ചുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന പോലെ മനുഷ്യൻ്റെതായ ഗുണങ്ങളെ സങ്കല്പിച്ച് പറയുന്നു. പേഴ്സോണിഫിക്കേഷൻ തീർത്തിരിക്കുന്നു. നാച്ചുറൽ എലിമെന്റ്സ് ലൈക്ക് ഗെയിൽ, സ്റ്റോം, ചില്ലസ്റ്റ് ലാൻഡ് ആൻഡ് സ്ട്രേഞ്ചസ്റ്റ് സീ ആർ സിംബൽസ്. ഇങ്ങനെയുള്ള പ്രകൃതി എലിമെന്റ്സ് ഒക്കെ തന്നെ ഇവിടെ ഈ കവിതയിൽ ചില സിംബലുകൾ, സൂചകങ്ങളായി ഉപയോഗിച്ചിരിക്കുന്നു. ദസ് സിംബലിസം ഈസ് യൂസ്ഡ്. അതുവഴി സിംബലിസം എന്ന പോയറ്റിക് ഡിവൈസും ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് ടു റെപ്രസെന്റ് ഡിഫിക്കൽട്ടീസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ഇൻ ലൈഫ്, ജീവിതത്തിലെ പ്രയാസങ്ങളെയും ദുരന്തങ്ങളെയുമാണ് ഇത്തരം നാച്ചുറൽ എലിമെന്റ്സ് ആയ ഗെയിൽ, സ്റ്റോം, ചില്ലസ്റ്റ് ലാൻഡ്, സ്ട്രേഞ്ചസ്റ്റ് സീ എന്നീ സിംബൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദോ ദർ ഇസ് നോ കൺസിസ്റ്റന്റ് റൈം സ്കീം. ഈ കവിതയ്ക്ക് വളരെ സ്ഥിരമായിട്ടുള്ള എല്ലാ സ്റ്റാൻസുകളിലും ഒരേപോലെയുള്ള കൺസിസ്റ്റന്റ് ആയ ഒരു റൈം സ്കീം ഇല്ല എങ്കിലും ആലിറ്ററേഷൻ, ഉദാഹരണത്തിന് സോ, സ്റ്റോം ആൻഡ് സ്ട്രേഞ്ചർ സീ, ഇവയിലൊക്കെയുള്ള ആലിറ്ററേഷൻ, അതോടൊപ്പം തന്നെ an anaphora, repetition of and that at the beginning of successive lines, പല തുടർന്നു വരുന്ന വരികളുടെയും തുടക്കത്തിലുള്ള ആൻഡ്, ദാറ്റ് തുടങ്ങിയ അനഫോറ തീർക്കുന്ന ആവർത്തനമൊക്കെ ഈ കവിതയ്ക്ക് ആഡ് റിതം ടു ലൈൻസ്, കവിതാ വരികൾക്ക് താളഭംഗി നൽകുന്നു. While the bird of hope paints a visual image, ഈ കവിതയിൽ പറയുന്ന ബേർഡ് ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ പക്ഷി, വായനക്കാരന്റെ മനസ്സിൽ മനോഹരമായ ഒരു വിഷ്വൽ ഇമേജ് തീർക്കുന്നു. അതോടൊപ്പം തന്നെ ഇറ്റ് സോങ് ഓഫ് ഹോപ്പ്, അതിന്റെ പ്രതീക്ഷയുടെ ഗാനം, ക്രിയേറ്റ്സ് ആൻ ഓഡിറ്ററി ഇമേജ് ഇൻ അവർ ഇമാജിനേഷൻ, നമ്മുടെയൊക്കെ ഭാവനകളിൽ ഒരു ഓഡിറ്ററി ഇമേജും ആ ഗാനം നാം കേൾക്കുന്ന പോലെയുള്ള ഒരു പ്രതീതിയും സൃഷ്ടിക്കുന്നു. Through a powerful message, the poem gently reminds us that hope is always with us, helping us survive life's storms. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ, പ്രയാസങ്ങളുടെ കൊടുങ്കാറ്റുകളെ തരണം ചെയ്യാൻ എപ്പോഴും സഹായിച്ചുകൊണ്ട് ഹോപ്പ്, പ്രതീക്ഷ എന്ന വികാരം നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കവിത നൽകുന്ന വളരെ ശക്തമായ ഒരു സന്ദേശം എന്നുള്ളത്, ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടും, എന്നാൽ പ്രയാസങ്ങളിൽ നിരാശരാവാതെ ഹോപ്പ്, പ്രതീക്ഷയിൽ അർപ്പിച്ചുകൊണ്ട് പ്രയാസങ്ങളെ തരണം ചെയ്ത് മുന്നേറുക, വിജയം നേടുക എന്നുള്ളതാണ് കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് നൽകുന്ന സന്ദേശം. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുന്ന ലിറ്റററി ആക്ടിവിറ്റീസ്, അതോടൊപ്പം തന്നെ അപ്രീസിയേഷൻ ഓഫ് ദ പോയം, ഇവയുടെ വിശദീകരണങ്ങൾ. ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ വരും എക്സാമുകളിൽ തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.